സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവന ചേരുക, പരസ്യങ്ങൾ നൽകുക, നിങ്ങളുടെ പരാതികൾ, ആവലാതികൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ പരമാവധി അത് പൊതുജനങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. പലതിനും റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രി രണ്ടാമത്തെ ഭരണം അവസാനിക്കാൻ പോകുന്നു. തുടർ ഭരണം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് തുടർ ഭരണം അവസാനിക്കാൻ പോകുന്നു. നാളിതുവരെ മുഖ്യമന്ത്രി 25 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നല്ല രസമാണ്. UAE പലവട്ടം പോയിട്ടുണ്ട്. പിന്നെ ദുബായ് തുടങ്ങിയുള്ള കുവൈറ്റ്, അതുപോലുള്ള അബുദാബി, പിന്നെ ഒമാൻ തുടങ്ങിയിട്ടുള്ള റാസൽ ഖൈമ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിരവധി തവണ പോയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം അറിയത്തില്ല. അമേരിക്കയിൽ ചികിത്സയ്ക്കും അല്ലാതെ നിരവധി തവണ പോയിട്ടുണ്ട്. പിന്നെ പോയ സ്ഥലങ്ങളാണ് ഇംഗ്ലണ്ടിൽ പോയി, ജപ്പാനിൽ പോയി, ദക്ഷിണ കൊറിയയിൽ പോയി, ഫിൻലാൻഡിൽ പോയി, നോർവേയിൽ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി, ഫ്രാൻസിൽ പോയി, ബഹ്റൈനിൽ പോയി, നെതർലാൻഡ്സിൽ പോയി. 9.5 വർഷം കൊണ്ട് 25 തവണയിലധികം ടൂർ പോയി. നല്ലൊരു മുഖ്യമന്ത്രി പോയി മിക്കവാറും എല്ലാ ടൂറിനോടൊപ്പം ഭാര്യയും മക്കളോ കുടുംബങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ട്. എന്നിട്ട് ചീഫ് സെക്രട്ടറി എല്ലാവരും കൂടെ പോകും. പോയതിനെല്ലാം പറഞ്ഞ ന്യായം എന്താണെന്ന് പറഞ്ഞാൽ, നെതർലാൻഡ്സിൽ പോയിട്ട് വന്നപ്പോൾ നമുക്ക് റൂം ഫോർ റിവർ കിട്ടി. മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവശ്യമുള്ള പൈസ കിട്ടി. ന്യൂയോർക്കിൽ പോയി പിന്നെ ഇരുമ്പ് കസേരയുടെ മുകളിലിരുന്ന് ഇരിക്കുകയും അവിടെ കയറി മണിയടിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് കോടികളാണ് നമ്മളെ പൈസ കിട്ടിയത് ഖജനാവിൽ. DA കൊടുക്കാനും മറ്റെല്ലാ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനും അംഗനവാടിക്കാരുടെയും ക്ഷേമനിധിക്കാരുടെയും എല്ലാം പണം കൊടുക്കാനുള്ള മുഴുവൻ പൈസ കാരണം ഇത് എടുക്കാൻ പറ്റുന്നില്ല. റിസർവ് ബാങ്കിനേക്കാൾ വലിയ പൈസയാണ് നമ്മളെ കേരള ഖജനാവിൽ കിടക്കുന്നത്. കാരണം ആര് കൊടുത്തതാ? 25 രാജ്യങ്ങളിലെ നേതാക്കൾ കൊടുത്തതാ. നാണം ഉളുപ്പം വേണമെന്നേ. പണ്ടൊരു മുഖ്യമന്ത്രി നമ്മളെല്ലാം തമാശയ്ക്ക് പറയുന്ന, അല്ലെങ്കിൽ തമാശ പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നല്ല തമാശ ഓൻ എന്നൊക്കെ പറയുന്നൊരു മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹം നല്ല മുഖ്യമന്ത്രി ആയിരുന്നു കേട്ടോ. അദ്ദേഹം പെൻസിൽവാനിയ എന്ന് പറയുന്ന അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ പോയി നമ്മുടെ കെൽട്രോണിലെ ആളുകളെ കൊണ്ട്, അതിനകത്ത് കെൽട്രോണിലെ ഒരു ജൂനിയർ ഓഫീസർ വിജയരാഘവനൊക്കെ ഉണ്ട്. വിജയരാഘവനെ കൊണ്ടുപോയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കെൽട്രോണിൻ്റെ ചെയർമാനെയും ഗൗരിയമ്മയും അവരെല്ലാം കൂടി പെൻസിൽവാനിയയിൽ പോയി. പെൻസിൽവാനിയ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ IT പാർക്കുകളുടെ ഹബ്ബാണ്. ഗ്ലോബൽ IT ഹബ്ബാണ് ഈ പെൻസിൽവാനിയ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നയനാർക്ക് ഇത് കൊണ്ട് എന്തോടോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചെയ്താൽ എന്തോടോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്താൽ എന്തെന്ന് തോന്നി ഒരൊറ്റ യാത്ര കൊണ്ട് അമേരിക്കയിൽ പോയ, പെൻസിൽവാനിയയിൽ പോയ ഒരൊറ്റ യാത്ര കൊണ്ടാണ് സഖാ VK നായനാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ മുഖ്യമന്ത്രി സഖാ VK നായനാർ കേരളത്തിൽ തുടങ്ങിയത്? ടെക്നോ പാർക്ക് തുടങ്ങിയത്. ഇന്ന് ശരിയായാലും തെറ്റായാലും കോടിക്കണക്കിന് രൂപയ്ക്കുള്ള ശമ്പളം കിട്ടുന്ന ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. ഇൻഫോ പാർക്കുകൾ വന്നു, ഇൻഫോസിസ് വന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നു. പക്ഷെ കഴക്കൂട്ടത്ത് ആദ്യമായി പൂച്ച വെറ്റ് കിടക്കുന്ന സ്ഥലത്ത്, ആളുകേറാ കിടന്ന സ്ഥലത്ത് അവിടെ ഒരു ടെക്നോ പാർക്ക് ഉണ്ടാക്കിയത് നയനാരാണ്. ഒറ്റ രാജ്യത്ത് പോയിട്ട് വന്നപ്പോഴാണ്. അപ്പോൾ 25 രാജ്യത്ത് പോയിട്ട് വന്നപ്പോൾ എന്തെല്ലാം ഉണ്ടാകണമായിരുന്നു. സ്വപ്ന മനോഹരമായ രാജ്യമാകണ്ടേ കേരളം? എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല എന്നാണ് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് വിവരാവകാശം വഴി പുറത്തെടുത്തിരിക്കുന്ന വിവരങ്ങളിൽ ഇങ്ങനെ വരുന്നുവെന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ സോഴ്സാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ. മറ്റ് പല മാധ്യമങ്ങളിൽ നിന്ന് സോഴ്സുകൾ കൂടി എടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും KSIDCയിൽ നിന്ന് വിവരാവകാശം വഴി പുറത്തെടുത്തിരിക്കുന്ന രേഖകളനുസരിച്ച് 25 രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പോയെങ്കിലും നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് വീണ്ടും രാജ്യങ്ങളിലേക്ക് പോയി വരാം, നമുക്ക് കുടുംബസമേതം തന്നെ പോകാം. ഇവിടെ DAയും മറ്റ് ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളെല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ മുടങ്ങിക്കിടന്നോട്ടെ.